ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. 6ാമത് CBSE സെൻട്രൽ സഹോദയ ജില്ലാ കലോത്സവം തിരൂരിൽ ഈ വരുന്ന 27, 28, 29 തീയതികളിലായി നടക്കുന്ന കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന തിരൂർ MES സെൻട്രൽ സ്കൂളിൽ അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. മലപ്പുറം സെൻട്രൽ സഹോദയയും CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത്. കലോത്സവത്തിലെ ഡിജിറ്റൽ ഫെസ്റ്റ് ഊരകം അൽഫോൺസ പബ്ലിക് സ്കൂളിലും സ്റ്റേജ് ഇതര ഇനങ്ങൾ 2 മേഖലകളിലായി മഞ്ചേരി നോബൽ പബ്ലിക് സ്കൂളിലും പുകയൂർ മലബാർ സെൻട്രൽ സ്കൂളിലുമായി പൂർത്തിയായി. മലപ്പുറം സെൻട്രൽ സഹോദയയും CBSE മാനേജ്മെന്റ് അസോസിയേഷനും MES സെൻട്രൽ സ്കൂൾ തിരൂരും സംയുക്തമായിക്കൊണ്ട് നാളെ മുതൽ 27, 28, 29 തീയതികളിലായി തിരൂർ MES സെൻട്രൽ സ്കൂളിന്റെ തയ്യാറാക്കപ്പെട്ട 10 വേദികളിൽ സഹോദയ ആർട്സ് ഫെസ്റ്റ് നടക്കുകയാണ്. 6ാമത് ആർട്സ് ഫെസ്റ്റ് ആണ് നാളെ ഇവിടെ ആരംഭിക്കുന്നത്. ബഹുമാന്യനായ കേരളത്തിന്റെ സ്പോർട്സ്, ഹജ്ജ്, വഖഫ് മന്ത്രി V. അബ്ദുറഹിമാൻ അവർകളാണ് ഔപചാരികമായി ഇത് ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടന ചടങ്ങിൽ കീനോട്ട് സ്പീക്കറായിക്കൊണ്ട് തിരൂരിൻ്റെ ബഹുമാന്യനായ MLA കുറുക്കോളി മൊയ്തീൻ അവർകൾ, അതോടൊപ്പം തന്നെ കേരളത്തിലെ മുൻ MLA VT ബലറാം അവർകൾ, ഇവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. നാളെ കൃത്യം 10 മണിക്കാണ് ഉദ്ഘാടന കർമ്മം ആരംഭിക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന വർണ്ണാഭമായ സ്റ്റേജ് ഐറ്റങ്ങൾ, ഏകദേശം ഒരു 500ഓളം ഉദ്യോഗസ്ഥരുടെ കഠിന പ്രയത്നമാണ് ഇനി അത് സംഭവിക്കാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ പോകുന്നത്. വ്യത്യസ്ത സ്കൂളുകളിലെ അധ്യാപകർ, അനധ്യാപകർ അടങ്ങുന്ന ഒരു പാനൽ, ഒരു ടീമാണ് ഇത് മൊത്തത്തിൽ നടപ്പിൽ വരുത്തുന്നത്. കുട്ടികൾ ഏകദേശം 4000-ലധികം കുട്ടികളും 75ഓളം വിദ്യാലയങ്ങളിൽ നിന്ന് ഇവിടെ പങ്കെടുക്കുമ്പോൾ രക്ഷിതാക്കളായിക്കൊണ്ടും അധ്യാപകരായിക്കൊണ്ടും വിദ്യാർത്ഥികളായിക്കൊണ്ടും നാട്ടുകാരായിക്കൊണ്ടും ആയിരങ്ങൾ ഇവിടെ പങ്കെടുക്കും. കൗമാര പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഈ കലോത്സവത്തിന്റെ സംഘാടന സമിതി ചെയർമാനായി MES മലപ്പുറം ജില്ലാ പ്രസിഡന്റ് K. മുഹമ്മദ് ഷാഫി ഹാജിയെയും വർക്കിംഗ് ചെയർമാനായി തിരൂർ MES സെൻട്രൽ സ്കൂളിന്റെ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്തിനെയും തെരഞ്ഞെടുത്തിരുന്നു. കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി 25 സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് ചുമതലകൾ നൽകി. സ്റ്റേജ് ഇനങ്ങളിൽ 75ഓളം സ്കൂളുകളിൽ നിന്നായി 4000-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന ഒരു കലാമേളയാണിത്. 4 കാറ്റഗറികളിലായി 232 മത്സര ഇനങ്ങളാണ് കലോത്സവത്തിൽ ഉള്ളത്. ഇതിനായി 10 വേദികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ പരിപാടിയുടെയും സ്വഭാവത്തിനനുസരിച്ച് കലാഭൂമി, സ്പോട്ട്ലൈറ്റ്, തരംഗ്, മെലഡി, ബീറ്റ്സ്, ഹാർമണി, വിസ്ത, ജിംഗിൾ, ഫ്യൂഷൻ, ഇശൽ തുടങ്ങിയ പേരുകളാണ് വേദികൾക്ക് നൽകിയിരിക്കുന്നത്. മലപ്പുറത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ കലോത്സവങ്ങൾ തുടങ്ങാനിരിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളാണെങ്കിലും CBSE കലോത്സവങ്ങളൊക്കെ ആണെങ്കിലും തുടങ്ങാനിരിക്കുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ ഒരു വലിയ കലാമാമാങ്കമായിട്ട്, വലിയ കലോത്സവമായിട്ടാണ് മലപ്പുറം ജില്ലയിൽ 75 CBSE സ്കൂളുകളിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷനോടുകൂടി 4000-ലധികം കുട്ടികൾ പങ്കെടുക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഡിജിറ്റൽ ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് പുതിയ കാലത്ത് കുട്ടികളുടെ ഡിജിറ്റൽ ഇവൻറ്റുകൾ, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ, ഡിജിറ്റൽ പെയിൻറ്റിങ്, പോസ്റ്റർ ഡിസൈനിങ്, അങ്ങനെയുള്ള വിവിധ ഡിജിറ്റൽ ഏജുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഇവൻറ്റുകൾ ഉണ്ടായിരുന്നു. ഇത് നേരത്തെ സെൻറ്റ് അൽഫോൺസ സ്കൂൾ ഊരകത്ത് വെച്ച് നടത്തുകയുണ്ടായി. അതേപോലെ തന്നെ ഇതിൻ്റെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ, 100-ലധികം വരുന്ന ഓഫ് സ്റ്റേജ് ഇതര മത്സരങ്ങൾ, രചനാ മത്സരങ്ങൾ, ഉപന്യാസം, കവിതാ രചന, ഇങ്ങനെയുള്ള ധാരാളം മത്സരങ്ങൾ, ചിത്രരചനാ മത്സരങ്ങൾ, കളറിംഗ് മത്സരങ്ങളൊക്കെ 2 മേഖലകളിലായിട്ടാണ് നടന്നത്. ഒന്ന് നമ്മുടെ മലബാർ സെൻട്രൽ സ്കൂൾ പുകയൂരിൽ വെച്ച് നടന്നു, മറ്റൊന്ന് നടന്നത് നോബൽ പബ്ലിക് സ്കൂൾ മഞ്ചേരിയിൽ. അപ്പോൾ അതിൻ്റെ റിസൾട്ട്സുകളൊക്കെ ഇങ്ങനെ ലഭ്യമായി കൊണ്ടിരിക്കുകയാണ്. നാളെ മുതൽ വലിയ വേദികളും വലിയ പരിപാടികളുമായിട്ടാണ് തിരൂരിന് വലിയ പാരമ്പര്യമുണ്ട്. MESനാണെങ്കിലും വലിയ പാരമ്പര്യമുണ്ട്. നിങ്ങൾക്കറിയാൻ പറ്റും, സംസ്ഥാന കലോത്സവങ്ങൾ മുതൽ, അത് സ്റ്റേറ്റ് സ്കൂളുകളുടെ കലോത്സവമാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ CBSE സംസ്ഥാന കലോത്സവം ഒക്കെ നടത്തി പാരമ്പര്യമുള്ള തിരൂര്, അത് MESൽ അതിൻ്റെ വർക്കിംഗ് ചെയർമാൻ, അതിൻ്റെ സെക്രട്ടറി, അതിൻ്റെ എല്ലാവരും, ആ ഒരു വലിയ ഒരു സമൂഹം ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നത് പോലെ 10 വേദികളിലായിട്ട്, വലിയ 10 വേദികളിലായിട്ട് 4000-ലധികം കുട്ടികൾ വന്ന് മത്സരിക്കുന്നു. ഈ എടക്കര മുതൽ അല്ലെങ്കിൽ വഴിക്കടവ് മുതൽ പൊന്നാനി വരെ, യൂണിവേഴ്സിറ്റിയുടെ അപ്പുറത്തുനിന്ന് രാമനാട്ടുകര മുതൽ ജില്ലയുടെ മറ്റൊരറ്റം വരെ, അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും സ്കൂളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജില്ലയിൽ 132ഓളം CBSE സ്കൂളുകളാണുള്ളത്. അതിൽ 75 സ്കൂളിൻ്റെ കംപ്ലീറ്റ് പാർട്ടിസിപ്പേഷനുള്ള CBSE യുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള, CBSE ഗൈഡ് ചെയ്യുന്ന CBSEയുടെ ഇനീഷ്യേറ്റീവാണ് സഹോദയ. മലപ്പുറം സെൻട്രൽ സഹോദയ എന്ന് പറയുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ CBSE സ്കൂളുകളുടെ
പ്രിൻസിപ്പൽസ് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. അതോടൊപ്പം ഈ ഒരു കലോത്സവത്തിൻ്റെ ഒരു മികവ് എന്ന് പറയുന്നത് നമ്മുടെ CBSE സ്കൂൾസ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന മാനേജേഴ്സിൻ്റെ മുഴുവൻ സാന്നിധ്യവും അവരുടെയൊക്കെ കാർമ്മികത്വത്തിലൊക്കെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. കലാമേള കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ശ്രീ V. അബ്ദുറഹ്മാൻ 27-ന് ഉദ്ഘാടനം ചെയ്യും. തദവസരത്തിൽ തിരൂർ മണ്ഡലം MLA കുറുക്കോളി മൊയ്തീൻ വിശിഷ്ടാതിഥിയായി എത്തും. മുൻ MLA VT ബൽറാം സദസ്സിൽ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുന്നതാണ്. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം 29-ന് പാർലമെന്റ് അംഗമായ PV അബ്ദുൽ വഹാബ് നിർവഹിക്കും. തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ, തിരൂർ സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര തുടങ്ങിയവർ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുന്നതാണ്. അപ്പോൾ ഈ MES സെൻട്രൽ സ്കൂൾ തിരൂരിൽ നടക്കുന്ന ഈ കലാമേളയ്ക്കും നിങ്ങളുടെ മുഴുവൻ സഹകരണവും സഹായവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഇത് തിരൂരിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റി എടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് ഈ 27, 28, 29 തീയതികളിൽ CBSE സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഈ കലാവിരുന്ന് ഒരു വൻ സംഭവമാക്കണം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമ്മളെ തിരൂരിൻ്റെ ഒരു അഭിമാനകരമായ ഒരു ഉത്സവമാക്കി മാറ്റിയെടുക്കേണ്ടത് നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ വർഷത്തെ കലാമേള CBSEയുടെ കലാമേള നടത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ മലപ്പുറം സെൻട്രൽ സഹോദയ MES സെൻട്രൽ സ്കൂൾ തിരൂരിനെയാണ് അധികാരപ്പെടുത്തിയുള്ള ആതിഥേയത്വം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു മാമാങ്കം നടത്തുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ട് വരുന്നു. നിങ്ങൾക്കറിയാം, സഹോദയ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE സ്കൂളുകളുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് സഹോദയക്ക് രൂപം കൊടുക്കുന്നത്. 1986 സഹോദയ എന്ന ഒരാശയം CBSE മുന്നോട്ട് കൊണ്ടുവന്ന് ഇതിന് രൂപം കൊടുക്കുന്നത്. CBSE സ്കൂളുകളുടെ പരസ്പരമായിട്ടുള്ള ഒരു സഹവർത്തിത്വം, അത് അക്കാഡമിക് മേഖലയിലായാലും നോൺ അക്കാഡമിക് മേഖലയായാലും ഇവർ തമ്മിലുള്ള ഒരു ആശയവിനിമയം, ഏതു മേഖലകളിലും പരസ്പരം ഷെയർ ചെയ്യുക, കെയർ ചെയ്യുക, ഈ ഒരു ആശയമാണ് ഇതിന് പിറകിലുള്ളത്. പത്രസമ്മേളനത്തിൽ നൌഫൽ പുത്തൻപീടികൽ മലപ്പുറം സെൻട്രൽ സഹോദയ പ്രസിഡന്റ്, അനിൽകുമാർ CC ട്രഷറർ സെൻട്രൽ സഹോദയ, ഷിജു വർക്കി പ്രോഗ്രാം കൺവീനർ, അൻവർ സാദത്ത് കള്ളിയത്ത് ചെയർമാൻ MES സെൻട്രൽ സ്കൂൾ തിരൂർ, സലാം P. ലിലീസ് സെക്രട്ടറി MES സെൻട്രൽ സ്കൂൾ തിരൂർ, അബ്ദുൽ ജലീൽ കൈനിക്കര ട്രഷറർ MES സെൻട്രൽ സ്കൂൾ തിരൂർ, റഷീദ് PA വൈസ് ചെയർമാൻ MES സെൻട്രൽ സ്കൂൾ തിരൂർ, നജ്മുദ്ദീൻ കല്ലിങ്ങൽ MES സെൻട്രൽ സ്കൂൾ തിരൂർ, അബ്ദുൽ ഖാദർ ഷെരീഫ് ഓർഗനൈസിംഗ് കമ്മിറ്റി വൈസ് ചെയർമാൻ, P. അബ്ദുറഹ്മാൻ മീഡിയ കമ്മിറ്റി ചെയർമാൻ, മധുസൂദനൻ VP പ്രിൻസിപ്പൽ MES സെൻട്രൽ സ്കൂൾ തിരൂർ, ബെന്നി PT വൈസ് പ്രിൻസിപ്പൽ MES സെൻട്രൽ സ്കൂൾ തിരൂർ, ശോഭന MK PRO, ഷിബു PP CBSE കോർഡിനേറ്റർ എന്നിവർ പങ്കെടുത്തു. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 0494242905. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbit